ഇന്നത്തെ വിപണികളെ നയിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു വിഭജനം തന്നെയാണ്. ഇന്നലെ മാർക്കറ്റ് അവേഴ്സിന് ശേഷമാണ് കമ്പനിയെ രണ്ട് വ്യത്യസ്ത ലിസ്റ്റഡ് എൻറ്റിറ്റികളായി വിഭജിക്കാനുള്ള നിർദ്ദേശവുമായി ടാറ്റ മോട്ടോഴ്സ് നിക്ഷേപകരെ അത്ഭുതപ്പെടുത്തിയത്. ഈ ടാറ്റ മോട്ടോഴ്സിന്റെ ഡീമർജർ എങ്ങനെ ഒരു ഷെയർ ഹോൾഡേഴ്സിനെ ബാധിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ടാറ്റ മോട്ടോഴ്സ് എക്സ്ചേഞ്ച് ഫയലിംഗിലൂടെ പറഞ്ഞത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, വാണിജ്യ വാഹന ബിസിനസ്സും അതുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങൾ ഒരു സ്ഥാപനമായും അതേസമയം പാസഞ്ചർ വാഹനങ്ങളും ഇലക്ട്രോണിക് വാഹനങ്ങളും JLR-ഉം എന്നിവയുൾപ്പെടെയുള്ള യാത്രാ വാഹനങ്ങൾ ബിസിനസ്സുകളും അവയുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങൾ മറ്റൊരു സ്ഥാപനവുമായി മാറും എന്നാണ്. ഇത് എങ്ങനെയാണ് നിലവിൽ കൊണ്ടുവരിക എന്നാൽ, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ അതായത് NCLT സ്കീം ഓഫ് അറേഞ്ച്മെന്റ് വഴിയാണ് കമ്പനി ഈ ഒരു കാര്യം പ്രാവർത്തികമാക്കുക. ഇനി ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരി ഉടമകളെ ഇത് എങ്ങനെ ബാധിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ നിലവിലെ ഓഹരി ഉടമകൾക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന രണ്ട് കമ്പനികളിലും ഒരേപോലെയുള്ള ഷെയർ ഹോൾഡിംഗ് നിലനിൽക്കുമെന്ന് ഉറപ്പാക്കുന്നു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കമ്പനി ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല. ഇനി ഈ ഒരു വിഭജന വാർത്തയോട് ഈ ഒരു ടാറ്റ മോട്ടോഴ്സിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ, ടാറ്റ മോട്ടോഴ്സിന്റെ ചെയർമാൻ N. ചന്ദ്രശേഖർ പറഞ്ഞത് നമുക്ക് പരിശോധിച്ചു നോക്കാം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ടാറ്റ മോട്ടോഴ്സ് വളരെ ശക്തമായിട്ടുള്ള ഒരു ടേൺ അറൗണ്ട് സ്റ്റോറിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 3 ഓട്ടോമോട്ടീവ് ബിസിനസ് യൂണിറ്റുകളും ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനം വളരെ സ്റ്റേബിൾ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിഭജനം വാഹന വിപണി നൽകുന്ന അവസരങ്ങൾ മികച്ച രീതിയിൽ മുതലെടുക്കാൻ കമ്പനിയെ സഹായിക്കും. ഇത് ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് മികച്ച അനുഭവം നൽകുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ എംപ്ലോയീസിന്റെ വളർച്ചാ സാധ്യതയും കൂട്ടും. അതിന്റെ ഒപ്പം തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ മൂല്യവർദ്ധനവും ഈ ഒരു വിഭജനം കാരണമായേക്കാം എന്നാണ് ടാറ്റ മോട്ടോഴ്സിന്റെ ചെയർമാൻ N. ചന്ദ്രശേഖർ ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ പ്രതികരിച്ചത്. ഇനി ഒരു ടാറ്റ മോട്ടോഴ്സിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഓഹരി വില പ്രകടനം നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് 1028.65 എന്നൊരു ലെവലിലാണ്. അതായത് നിലവിൽ 4% നേട്ടമാണ് നമുക്ക് ടാറ്റ മോട്ടോഴ്സ് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 2023 ഇരട്ടിയിലധികം നേട്ടം നൽകിക്കൊണ്ട് നിഫ്റ്റി 50-ൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു കമ്പനിയായിരുന്നു ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ടാറ്റ മോട്ടോഴ്സിനെ ട്രാക്ക് ചെയ്യുന്ന 34 അനലിസ്റ്റുമാരെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, അതിൽ 26 പേര് കമ്പനിക്ക് ബൈ റെക്കമെൻഡേഷൻ ആണ് നൽകിയിരിക്കുന്നത്. 5 പേർ ഹോൾഡ് റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ട്. 3 പേർ മാത്രമാണ് കമ്പനിക്ക് സെൽ റെക്കമെൻഡേഷൻ നൽകിയിരിക്കുന്നത്. വാണിജ്യ വാഹനവും പാസഞ്ചർ വെഹിക്കിൾ ബിസിനസ്സുകളെ 2 വ്യത്യസ്ത സ്ഥാപനങ്ങളായി വിഭജിക്കാൻ കമ്പനി തീരുമാനമെടുത്തതിന് തൊട്ടു പിന്നാലെയായിട്ട് ആഗോള ബ്രോക്കറേജ് കമ്പനിയായ മോർഗൻ സ്റ്റാൻലി ടാറ്റ മോട്ടോഴ്സിന് ഒരു ബൈ റെക്കമെൻഡേഷനും ഓവർ വെയ്റ്റ് കോളും നൽകിയിട്ടുണ്ട്. കമ്പനിയുടെ തീരുമാനം, അതായത് ഈ പാസഞ്ചർ വെഹിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള കമ്പനിയുടെ തീരുമാനം ഈ സെഗ്മെന്റിലുള്ള കമ്പനിയുടെ കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത് എന്നാണ് മോർഗൻ സ്റ്റാൻലി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു വാല്യൂ ക്രിയേഷനും വഴി തെളിക്കും എന്നും അനലിസ്റ്റുമാർ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഒരു നേട്ടം കമ്പനിയുടെ ഓഹരി വിലയ്ക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് അനലിസ്റ്റുമാർ പ്രതീക്ഷിക്കുന്നത്. ടാർഗറ്റ് വിലയായിട്ട് കമ്പനിക്ക് നൽകിയിരിക്കുന്നത് 1013 രൂപയാണ്. എന്നാൽ ഇപ്പോൾ നിലവിൽ ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരി വില ആ ഒരു നില ഓവർടേക്ക് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇപ്പോൾ 1030 രൂപയിലാണ് ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരികൾ വ്യാപാരം നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന വിവിധ ബ്രോക്കറേജുകൾ നൽകിയിരിക്കുന്ന റെക്കമെൻഡേഷൻസ് കൂടിയാണ്. അതിലിപ്പോൾ നോമുറ ഇപ്പോൾ ഒരു ഹോൾഡ് റെക്കമെൻഡേഷൻ ആണ് നൽകിയിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത്, നിലവിൽ കൊമേഴ്സ്യൽ വെഹിക്കിൾ സെഗ്മെന്റിലാണ് ടാറ്റ മോട്ടോഴ്സിന് ഒരു പ്രമാദിത്വം ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാസഞ്ചർ വെഹിക്കിളിൽ ഇപ്പോഴും അതിൽ മാരുതി സുസുക്കി തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും അതിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ലീഡ് പ്ലെയർ ആയിട്ട് നിലനിൽക്കുന്നത്. തൊട്ടുപുറകെ ഏകദേശം ഒരു 14% മാർക്കറ്റ് ഷെയർ മാത്രമാണ് നിലവിൽ PV സെഗ്മെന്റിൽ ടാറ്റ മോട്ടോഴ്സിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ
PV വാല്യൂഷനിലും കൂടുതലായിട്ട്, അതായത് കൊമേഴ്സ്യൽ വെഹിക്കിൾ സെഗ്മെന്റ് ആയിരിക്കും കുറച്ചും കൂടി ഒരു വെയിറ്റേജ് ലഭിക്കുക എന്നൊരു നിരീക്ഷണമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കൊമേഴ്സ്യൽ വെഹിക്കിൾ സെഗ്മെന്റിലേക്ക് വരികയാണെങ്കിൽ അശോക് ലെയ്ലാൻഡിനേക്കാളും, അതായത് EV എബിഡയിലേക്ക് നോക്കുമ്പോൾ ഏകദേശം 12 മടങ്ങിന്റെ വരെ ഒരു വർധന, ഏകദേശം 12 മടങ്ങിന്റെ വർധനവ് വളരാനുള്ളൊരു കപ്പാസിറ്റി കൂടി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് നിലവിലെ ഈ ഒരു കൊമേഴ്സ്യൽ വെഹിക്കിൾ സെഗ്മെന്റിലെ ഒരു വലിയൊരു പ്ലെയർ എന്ന് പറയുന്ന അശോക് ലെയ്ലാൻഡ് ആണ്. അശോക് ലെയ്ലാൻഡിന്റെ 20% പ്രീമിയത്തിൽ വരാനുള്ള സാധ്യത കൂടിയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതിനോടൊപ്പം തന്നെ പാസഞ്ചർ വെഹിക്കിളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ EV എബിഡയിൽ ഏകദേശം 5 മടങ്ങ് വരെ വർധനയാണ്. അതായത് നിലവിലെ ലീഡ് പ്ലെയർ ആയിട്ടുള്ള മാരുതി സുസുക്കിയുടെ ഈ നിലവിലത്തെ EV എബിഡയിൽ നിന്നും 25% ഡിസ്കൗണ്ടിൽ മാത്രമായിരിക്കും ഒരു പക്ഷേ അവരുടെ ഈ ഒരു ലിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിമോജ് ചെയ്യപ്പെടുന്ന കമ്പനിക്ക് രേഖപ്പെടുത്താൻ സാധിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ EV വാല്യൂഷൻ, ഇലക്ട്രോണിക് വെഹിക്കിൾ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ നിലവിൽ EV സെഗ്മെന്റിൽ ഒരു ലീഡ് പ്ലെയർ എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ്. ഏകദേശം $3.6 ബില്യൺ വാല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു വാല്യൂഷൻ ആണ് നിലവിൽ ടാറ്റയുടെ EV മോഡ് സെഗ്മെന്റിന് നോമ്ര നൽകിയിരിക്കുന്നത്. ഇനി നുവാമയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നുവാമ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഡിമോജിങ് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വലിയ തോതിലൊരു ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് അതിന്റെ പാസീവ് ഇൻഡൈസിസിൽ ഉണ്ടാകില്ല എന്നൊരു നിരീക്ഷണമാണ് നുവാമ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നേരത്തെ നോമ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ CV സെഗ്മെന്റിലായിരിക്കും, അതായത് കൊമേഴ്സ്യൽ വെഹിക്കിൾ സെഗ്മെന്റിലായിരിക്കും ഒരു പക്ഷേ ഡിമേർജിങ്ങിന് ശേഷം ശോഭിക്കാനായിട്ട് ടാറ്റ മോട്ടോഴ്സിന് സാധിക്കുക എന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റ് എന്ന് പറയുന്നത് നിലവിൽ ഹൈ വാല്യുവേഷനിലാണ് നിലകൊള്ളുന്നത് എന്ന് കൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ DVR മെർജ് ചെയ്തതിന് ശേഷം, അതായത് ഏകദേശം 6 മുതൽ 8 മാസങ്ങളുടെ വരെ സമയം അത് ആ ഒരു DVR മെർജിങ്ങിന് എടുക്കുമെന്ന് കൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഏതായാലും സെന്റിമെന്റ്സ് പോസിറ്റീവായി തുടരുമെന്ന് കൂടിയാണ് നുവാമ കൂട്ടിച്ചേർക്കുന്നത്. MKയിലേക്ക് വരികയാണെങ്കിൽ MK ഓഹരിക്ക് ഒരു റെഡ്യൂസ് റെക്കമെൻഡേഷൻ ആണ് നൽകിയിരിക്കുന്നത്. 950 രൂപയാണ് നിലവിൽ ടാർഗറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CV അതുപോലെ തന്നെ PV സെഗ്മെന്റിൽ സെൽഫ് സസ്റ്റൈനിങ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസിൽ വഴി സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നൊരു നിരീക്ഷണം കൂടി ചെയ്ത് അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ CV സെഗ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു വാല്യൂഷൻ നടത്തിയിരിക്കുന്നതെന്നാണ് MK ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ ഇൻവെസ്റ്റെക്കിലേക്ക് വരികയാണെങ്കിൽ ഹോൾഡ് റെക്കമെൻഡേഷൻ ആണ് നൽകിയിരിക്കുന്നത്. സമാനമായിട്ടൊരു കാഴ്ചപ്പാട്, അതായത് CV സെഗ്മെന്റിൽ തന്നെയാണ് ടാറ്റയ്ക്ക് ശോഭിക്കാൻ കഴിയുക എന്ന് തന്നെയാണ് ഇൻവെസ്റ്റെക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇൻവെസ്റ്റെക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നുവാമ സൂചിപ്പിച്ചതുപോലെ അശോക് ലെയ്ലാൻഡിന് 20% പ്രീമിയത്തോടു കൂടി ആയിരിക്കും ഒരു പക്ഷേ CV സെഗ്മെന്റിൽ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇനി മോത്തിലാൽ ഓസ്വാളിലേക്ക് വരികയാണ്. ഇതിൽ മോത്തിലാൽ ഓസ്വാൾ ബൈ ടാർഗറ്റിൽ നിന്നും ന്യൂട്രൽ ആയിട്ട് ഇപ്പോൾ ഇതിന്റെ ഒരു ഡൗൺ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് പ്രൈസ് 1000 രൂപയുടെ, അതായത് 1000 രൂപ എന്ന് പറഞ്ഞാൽ പോലും ഇന്നത്തെ ഒരു പ്രൈസ് നോക്കുക ആ ഒരു നിലവാരമൊക്കെ മറികടന്ന് മുന്നോട്ടേക്ക് പോകുന്ന ഓഹരിനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും പ്രധാനമായിട്ടും ഈ ഒരു തീരുമാനത്തോട് വളരെ പോസിറ്റീവായിട്ടാണ് മോത്തിലാൽ ഓസ്വാൾ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് റൈറ്റ് ഡിറക്ഷനിലാണ് ടാറ്റ മോട്ടോഴ്സിന്റെ മുന്നോട്ടേക്കുള്ള ഒരു ഭാവി എന്ന് കൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. സമാനമായിട്ട് തന്നെയാണ്, അതായത് CV സെഗ്മെന്റ് തന്നെയായിരിക്കും കൂടുതലായിട്ട് ഡൊമിനൻസ് രേഖപ്പെടുത്തുക എന്നാണ്. ഏതായാലും ബ്രോക്കറേജുകളുടെയൊക്കെ അഭിപ്രായം വിലയിരുത്തുമ്പോൾ നിലവിൽ ടാറ്റ മോട്ടോഴ്സ് ഒരു ലീഡ് പ്ലെയറായി നിൽക്കുന്ന കൊമേഴ്സ്യൽ വെഹിക്കിൾ സെഗ്മെന്റ് ആയിരിക്കും അവർക്ക് കൂടുതൽ ഡിമേർജിങ്ങിന് ശേഷം ലിസ്റ്റ് ചെയ്താലും ഏറ്റവും അധികം നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കാനും അതുപോലെ തന്നെ വാല്യുവേഷൻ ആണെങ്കിലും അതിന്റെ എബിഡ ആണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ വളർച്ച രേഖപ്പെടുത്താൻ നിലവിലത്തെ സാഹചര്യത്തിൽ സാധ്യതയുള്ളത് CV സെഗ്മെന്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കമ്പനിക്കാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നിലവിൽ PV സെഗ്മെന്റിൽ ലീഡ് ചെയ്ത് ഏകദേശം 44% ലീഡ് മാർക്കറ്റ് ഷെയർ ഉള്ളത് മാരുതി സുസുക്കിക്കാണ്. ടാറ്റ മോട്ടോഴ്സിന് ഏകദേശം 14% മാത്രമേ ഉള്ളൂ. എന്നാൽ തൊട്ട് അടുത്ത തേർഡ് പ്ലെയർ ആയിട്ടുള്ള ഹ്യുണ്ടായുമായിട്ട് വളരെ നേരിയൊരു മാർജിൻ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും PV സെഗ്മെന്റിലേക്ക് വരുമ്പോൾ, ലിസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഒരു പക്ഷേ അത്രയധികം ഒരു മികച്ച ഒരു പെർഫോമൻസ് PV സെഗ്മെന്റ് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കമ്പനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ സാധിക്കില്ല എന്നൊരു നിരീക്ഷണമാണ് ഭൂരിഭാഗം അനലിസ്റ്റുമാർ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്.